ഇനിയാഗ്രാം എന്നൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് 9 തരത്തിലുള്ള ആളുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സഹായിക്കും. എങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നതെന്നൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ 9 തരത്തിൽപ്പെട്ട ഒരു തരത്തിൽപ്പെട്ട ആളുകളായിരിക്കും നിങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾ. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പെർഫെക്ഷനിറ്റി. അതായത് അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയേ ശ്രമിക്കുകയുള്ളൂ. അവർ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ദി ഹെൽപ്പർ. അവർ മറ്റുള്ളവരെ സഹായിക്കുവാനും അവരുടെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുവാൻ വേണ്ടിയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ദി അച്ചീവർ. അവർ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനും വിജയങ്ങൾ കൈവരിയിലാക്കുവാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റത്തേക്കും പോകാൻ വേണ്ടി അവർ തയ്യാറാവുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള ദി അച്ചീവർ. നാലാമത്തെ വിഭാഗം ദ ഇന്റലിജൻസ്. അവർ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തെടുക്കുവാനും വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവരുമായിരിക്കും. അഞ്ചാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റർ. അവർ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ വേണ്ടി പ്രയത്നിക്കുകയും അവർ കൂടുതൽ ജനറൽ നോളജ് അറിയുവാൻ വേണ്ടി താല്പര്യപ്പെടുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നവരായിരിക്കും ദ ഇൻവെസ്റ്റിഗേറ്റർ. ആറാമത്തത് ദ ലോയലിസ്റ്റ്. അതായത് ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും നല്ല വിശ്വസ്തരായിട്ടുള്ള ആളുകളും നല്ല രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും. ഏഴാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ദ എന്തൂസിയാസ്റ്റിക്. അവർ ഹൈലി എനർജറ്റിക് ആയിരിക്കും. അവർ പുതിയ പുതിയ കാര്യങ്ങൾ തേടി നടക്കുകയും അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാണുന്ന സമയത്ത് അവർ എന്തൂസിയാസ്റ്റി ആയിട്ട് അതിനെ ഏറ്റെടുക്കുകയും ചെയ്യും. എട്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ദി ചാലഞ്ചർ. അവർ ഏതൊരു ചാലഞ്ച് ഏറ്റെടുക്കുകയും ബോൾഡായിട്ടുള്ള ആളും ശക്തരുമായിരിക്കും. ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ അവർ അത് നിറവേറ്റാതെ പിന്തിരിയുകയില്ല എന്നുള്ളതാണ് ദി ചാലഞ്ചർ. ഇനി അവസാനത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് ദ പീസ് മേക്കർ. അതായത് ഇത്തരത്തിലുള്ള ആളുകൾ സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും സ്വന്തം ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നവരായിരിക്കും.